രണ്ട് പാട്ട് പാടിക്കൊടുക്കാൻ എന്നിട്ട് പാട്ടൊക്കെ പാടി ഇപ്പം വായിക്കൊന്നുമില്ലല്ലോ, വെറുതെ പാട്ടെല്ലാം പാടിക്കൊടുത്തേക്ക് പോകുന്നു. കൊച്ചിയിലാണല്ലേ? ഹായ് കൊച്ചി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടെ നിന്നിട്ടുണ്ടല്ലോ നമ്മളെ എത്യോപ്യക്കാരി. ഹായ് എത്യോപ്യ. ഹയാത്ത്, ഹയാത്ത് ട്യൂബ്, യൂസ് ട്യൂബ് എന്നല്ലോ, യൂസ് പ്ലസ് ട്യൂബാ. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ, താങ്ക് യു. ഹയാത്ത് ഇവർ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ, എത്യോപ്യക്കാരി. ഹായ് എത്യോപ്യക്കാരി, വെൽക്കം ടു മൈ ലൈഫ്, താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഹയാത്ത് കാപ്പാട് കിച്ചൺ വിളിക്കുന്നുണ്ട്. ഹയാത്ത് ഹായ്. ഹായ് റിതു അനി. എന്ന കോട്ടക്കലിലെ മോയിൻ എന്ന അൻവറിനെ അറിയോ? കോട്ടക്കൽ റിതു അനി പറയുന്നുണ്ട്. എനിക്ക് ഇത്ര പരിചയമില്ലല്ലോ. കോട്ടക്കൽ കേട്ടിട്ടുണ്ട്, ആയുർവേദിക് ഇതിൻ്റെ കേട്ടിട്ടുണ്ട് കേട്ടോ. മോയിൻ എന്ന അൻവറിനെ അറിയുമെന്ന് അതെനിക്കറിയില്ല. അതേ ചിലപ്പോൾ കണ്ടാലറിയായിരിക്കും. റിതു അനിൽ അറിയില്ല കേട്ടോ, എൻ്റെ അടുത്തായിട്ടും കണ്ടു അറിയില്ല. പിന്നെ മലപ്പുറംകാരൊക്കെ എൻ്റെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഉണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് ആളുകൾക്ക് അറിയാം, അല്ലാണ്ട് അത്ര പരിചയമില്ല. ഏതായാലും വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. കൂട്ടാക്കാത്തവർക്കുണ്ട് കൂട്ടാക്കുക. പിന്നെ പ്രകൃതി ക്ഷോഭം ഉണ്ടായ എൻ്റെ നാടിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് പ്രാർത്ഥനയാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കളക്ടറെ ലിങ്ക് ഇതിട്ടിട്ടുണ്ട് കേട്ടോ, സഹായത്തിൻ്റെ ലിങ്ക്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഹയാത്ത് ഹായ്. സഹായിച്ചവരുണ്ട്, ഇപ്പോൾ സഹായിക്കുന്നവരുണ്ട്, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഹയാത്ത് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ. കാപ്പുത്ത വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പ്രാർത്ഥന ഉൾപ്പെടുത്തണം. എൻ്റെ ഒരു സ്നേഹിതനാണ് ജാബിർ ഷെൻ, അറിയായിരിക്കും, പാട്ടുകാരനും കോമഡി സ്റ്റാറും ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലവർ ഷോയിലോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടായി പങ്കെടുക്കലുണ്ട്. അതിൽ അവൻ്റെ കുടുംബത്തിലിട്ടവരൊക്കെ ഇതിൽ ഉരുൾപൊട്ടൽ പോയിട്ടുണ്ട്. എൻ്റെ കൂടെ ചാരിറ്റിയിൽ, മാനന്തവാടി ചാരിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. അവൻ്റെ കുടുംബത്തിലുള്ള അടുത്ത കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ മേപ്പാടിയിലുള്ള ചൂരന്മാരിലുള്ള ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി. പഠിച്ച തമ്പുരാൻ അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, ആഗ്രഹം നന്നായി കൊടുക്കട്ടെ. അതുപോലെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഓരോ കുടുംബത്തിലും 1-2 ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ. തെരച്ചിലിങ്ങനെ നടന്നുകൊടുക്കുകയാണ്. ഇന്ന് ഏകദേശം 2000 ആൾക്കാരോളം തെരച്ചിലുണ്ട്. എൻ്റെ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ വയനാടിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ വിടണ്ട്, പിന്നെ അതിൽ നോക്കിയാൽ തന്നെ കാണാം. അതിലിപ്പോൾ മണ്ണിനടിയിൽ 100 ചില്ലറ ആളുണ്ടെന്നാണ് കണക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ പഠിച്ച നമ്മളെ കുടുംബത്തെ നമ്മളെല്ലാവരെയും പഠിച്ച് കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും എല്ലാവരും പ്രയാസങ്ങളൊക്കെ തീർത്ത് സന്തോഷം നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട്, ക്യാമ്പിലൊക്കെ കഴിയുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് അങ്ങേയറ്റത്ത് ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 9 ആളെ കാണുന്നുണ്ട്, 3 ലൈക്ക് ഉണ്ട്. അതൊക്കെ കമൻറ്റിൽ വരൂ, കമൻറ്റിൽ. ഹലോ ആമീൻ പറയുന്നുണ്ട്. അതെ, എന്ത് ചെയ്യാനാ, നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത സംഗതിയാണ് പ്രകൃതി ക്ഷോഭം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പഠിച്ചോണ്ട് വലിയ പരീക്ഷണമാണ്. എന്നാലും നമ്മളിപ്പോഴത്തെ ആളുകൾ പഠിക്കൂലല്ലോ. നമ്മളിപ്പോൾ അഹങ്കാരം കൊണ്ട് നടക്കൂ. ഞാനടക്കം, എൻ്റെ അടക്കമൊക്കെ കാര്യം പറഞ്ഞു. നമ്മളെ മനസ്സ് നന്നാക്കിയില്ല ഒന്നും ഉണ്ടായിരിക്കില്ല, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല എന്നറിയില്ല. ഈ പറയപ്പെട്ട യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളും അല്ലാത്തവരും ഐഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെ. നമ്മളൊക്കെ അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളെ വേണ്ടിയിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. ശാസ്ത്രക്കാലം നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. എന്ത് ചെയ്യാനാ, അതാണ് വലിയ പരീക്ഷണമല്ല. 9 ആളെ കാണുന്നുണ്ട്, 4 ലൈക്ക് ഉണ്ട്. ഹലോ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താം കേട്ടോ.